സാറേ, സമുദ്രമേഖലയിൽ എല്ലായ്പ്പോഴും ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു രാജ്യം ചൈനയാണ്. ഇപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ ഒരു ചൈനീസ് കപ്പലിൻ്റെ സാന്നിധ്യം ഇന്ത്യക്ക് കൂടി ഭീഷണിയല്ലേ അത്? അതായത് ഇത് കണ്ടെത്തിയിരിക്കുന്നത് ഒരു ഫ്രഞ്ച് കമ്പനിയാണ്, അൺസീൻ ലാബ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രഞ്ച് കമ്പനി. അവർക്ക് ധാരാളം ഉപഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇത് കണ്ടെത്താനായിട്ട്. അങ്ങനെ അപ്പോൾ അവർ കണ്ടെത്തി വിവരം പറയുമ്പോൾ നമുക്ക് നമ്മുടെ കോസ്റ്റ് ഗാർഡിനും നേവിക്കുമൊക്കെ ഇതിനെപ്പറ്റി ധാരണയുണ്ട്. അതായത് രഹസ്യമായിട്ടാണ് ഈ ചൈനീസ് കപ്പൽ വന്നിരിക്കുന്നത്. ഗവേഷണ ആവശ്യങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടാണ്. സാധാരണഗതിയിൽ രാജ്യാന്തര മാരിടൈം നിയമങ്ങൾ അനുസരിച്ചിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന സംവിധാനങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവണം. ഇത് ഐഡൻറ്റിറ്റി ഈ കപ്പലിനെ തിരിച്ചറിയുന്ന സംവിധാനങ്ങളൊക്കെ മറച്ചു പിടിച്ചിട്ടാണ് ബംഗാൾ ഉൾക്കടലിൽ ഈ ചൈനീസ് കപ്പൽ ഗവേഷണത്തിന് എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്. ഇത് അന്തർവാഹിനിക്ക് എതിരായ ആക്രമണങ്ങൾക്കൊക്കെ ഡാറ്റ ശേഖരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ. അതായത് ഏത് കപ്പലാണെങ്കിലും ഡുവൽ യൂസ് ഉണ്ടല്ലോ. ഗവേഷണത്തിന് എന്ന് പറഞ്ഞു വന്നാലും യുദ്ധ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. അങ്ങനെ വളരെ ദുരൂഹമായിട്ടാണ് ബംഗാൾ ഉൾക്കടലിൽ നമ്മുടെയും കൂടി കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു എന്നുള്ള സംശയമാണുള്ളത്. ഇപ്പോൾ ഫ്രാൻസിൻ്റെ മാരിടൈം ഇൻ്റലിജൻസ് കമ്പനി എന്ന് പറഞ്ഞാൽ നാവിക രഹസ്യങ്ങളുമൊക്കെ കണ്ടുപിടിക്കുന്ന കമ്പനിയാണ് അൺസീൻ ലാബ്സ് എന്ന് പറയുന്നത്. ഈ അൺസീൻ ലാബ്സിന് 15 ഉപഗ്രഹങ്ങളുണ്ട്. 2025 അവസാനമൊക്കെ ആകുമ്പോൾ 25 ഉപഗ്രഹങ്ങളായിട്ട് ഇത് വളരുകയും ചെയ്യും. 3 മണിക്കൂറിനുള്ളിൽ എപ്പോഴും ഈ ഉപഗ്രഹം ഒരു സ്ഥലത്ത് തന്നെ തിരിച്ചു വരും, റീവിസിറ്റ്. ഇത്രയും ഉപഗ്രഹങ്ങൾ ഉണ്ടല്ലോ, അപ്പോൾ ഒരേ സ്ഥലത്ത് നിന്നുള്ള വിവരങ്ങൾ 3 മണിക്കൂർ കൂടുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഈ ചൈനീസ് കപ്പലിൻ്റെ സാന്നിധ്യം ബംഗാൾ ഉൾക്കടലിൽ രഹസ്യമായിട്ട് ഐഡൻറ്റിറ്റി മറച്ചു വച്ചിട്ട് സാന്നിധ്യമുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ സമുദ്ര മേഖലയിൽ, ഇൻഡോ പസഫിക് മേഖലയിൽ അവരുടെ നാവിക സ്വാധീനം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. 16 ദിവസത്തെ ഉപഗ്രഹ നിരീക്ഷണം വഴിയാണ് ഒരുപാട് കപ്പലുകളുടെ ഡാറ്റ എടുത്തിട്ടാണ് ഈ ചൈനീസ് കപ്പൽ ഉണ്ട് എന്നുള്ളത് ഈ ഫ്രഞ്ച് കമ്പനി കണ്ടെത്തിയത്. അതിൻ്റെ ഓട്ടോമാറ്റിക് ID സിസ്റ്റം ഡിസേബിൾ ചെയ്തിരുന്നു. അതിൻ്റെ ഓട്ടോമാറ്റിക് ഈ തിരിച്ചറിയാനുള്ള സംവിധാനം അവർ മാറ്റിവെച്ചിരുന്നു ഈ ചൈനീസ് കപ്പൽ. അപ്പോൾ ഈ ഫ്രഞ്ച് കമ്പനി ചെയ്യുന്നത് സ്പേസ് ബേസ്ഡ് റേഡിയോ ഫ്രീക്വൻസി ഡിറ്റക്ഷൻ ആണ്. അതായത് ബഹിരാകാശത്ത് നിന്ന് ഈ ഉപഗ്രഹങ്ങൾ വഴി റേഡിയോ ഫ്രീക്വൻസി കണ്ടെത്തിയിട്ടാണ് ഈ ഡിറ്റക്ഷൻ കപ്പലുകളൊക്കെ പിടിക്കുന്നത്. അപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ 1897 കപ്പലുകൾ ഈ ഫ്രഞ്ച് കമ്പനി ട്രാക്ക് ചെയ്തു. ഇത് RF എമിഷൻ, റേഡിയോ ഫ്രീക്വൻസി എമിഷൻ വഴി ആണിത് ട്രാക്ക് ചെയ്തത്. അപ്പോൾ ഇവരുടെ ഈ ഫ്രഞ്ച് കമ്പനിയുടെ സംവിധാനത്തിന് അവർ ഈ ഓട്ടോമാറ്റിക് ഐഡൻറ്റിറ്റി സംവിധാനം ചൈനീസ് കപ്പൽ ഡിസേബിൾ ചെയ്താലും അല്ലെങ്കിൽ ഏത് കപ്പൽ ഡിസേബിൾ ചെയ്താലും റേഡിയോ ഫ്രീക്വൻസി വഴി കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണ് കണ്ടെത്തിയത്. അപ്പോൾ സാധാരണഗതിയിൽ ഈ AIS എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ഐഡൻറ്റിഫിക്കേഷൻ അത് നിർബന്ധമാണ്. ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ IMO അതിൻ്റെ നിയമം അങ്ങനെയാണ്. പക്ഷെ ചൈന അത് മറച്ചു വച്ചിട്ടാണ് ഈ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാലയളവിൽ മൊത്തം ട്രാക്ക് ചെയ്തതിൽ 9.6% കപ്പലുകൾ ഐഡൻറ്റിറ്റി മറച്ചു വച്ചതായിട്ടും ഈ ഫ്രഞ്ച് കമ്പനി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ സീ ഫ്ലോറിൻ്റെ മാപ്പിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ചൈനീസ് കപ്പൽ വന്നിരിക്കുന്നത്. അക്കോസ്റ്റിക് എൻവയോൺമെൻറ്റ് അനാലിസിസ് എന്ന് അങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി വന്നതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ പക്ഷെ ശരിക്കും ആൻറ്റി സബ്മറൈൻ വാർഫെയറിൻ്റെ ഭാഗമാണ് എന്നാണ് നമ്മുടെ നേവിയൊക്കെ കരുതുന്നത്. അതായത് അന്തർവാഹിനികൾ കടലിൻ്റെ അടിയിൽ കൂടിയൊക്കെ പോകുമല്ലോ, അപ്പോൾ ഇന്ത്യൻ അന്തർവാഹിനികളൊക്കെ പോകും. ഇതിനെയൊക്കെ ശരിപ്പെടുത്താനുള്ള ഡാറ്റയൊക്കെ കണ്ടെത്തി വെക്കുക എന്നുള്ളതാണ് ഉദ്ദേശം.
അപ്പോൾ സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റോട് കൂടി അല്ലേ, തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങളോട് കൂടിയാണ് ചൈനീസ് കപ്പൽ ഈ ബംഗാൾ ഉൾക്കടലിൽ വന്നിരിക്കുന്നത് എന്നാണ് സംശയം. ഇത് നമ്മുടെ കിഴക്കൻ തീരത്ത് നിന്ന്, ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് നിന്ന് 120 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു ഈ ചൈനീസ് കപ്പൽ. അപ്പം നമ്മുടെ തീരത്ത് നിന്ന് അത്ര അകലെയല്ല. അപ്പോൾ ഇൻ്റർനാഷണൽ വാട്ടേഴ്സിലാണ്. അപ്പോൾ സെൻസിറ്റീവ് മിലിറ്ററി സോൺ ആണ്, തന്ത്രപ്രധാനമായ സൈനിക മേഖലയാണ്. ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ഉണ്ടല്ലോ, സാമ്പത്തിക മേഖല, അതിലേക്ക് ഇത് കടന്നില്ല. കടന്നെങ്കിൽ വിവരം അറിയുമല്ലോ. അന്തർവാഹിനി വിന്യാസങ്ങളുടെ ചാരപ്രവർത്തനം, ഇൻ്റലിജൻസ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചൈനീസ് കപ്പൽ വന്നിരിക്കുന്നത് എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അറിയാതെ അന്തർവാഹിനിക്ക് പോകാൻ, അതായത് വേറെ ഒരു നിരീക്ഷണവും ഇല്ലാതെ ആരും കണ്ടുപിടിക്കാതെ അന്തർവാഹിനികൾക്കൊക്കെ കടന്നു പോകാൻ പറ്റുമല്ലോ. അപ്പോൾ അതൊക്കെ എങ്ങനെ തടയാം എന്നൊക്കെ അന്വേഷിക്കാൻ വന്നിരിക്കുന്നതാണ്. ആ ദൗത്യമാണ് ഈ ചൈനീസ് കപ്പലിലുള്ളതെന്ന് കരുതുന്നു. അപ്പോൾ ഈ മറ്റേ ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി, അവരുടെ നേവി ഗവേഷണ കപ്പൽ, മുങ്ങിക്കപ്പൽ, യുദ്ധക്കപ്പലൊക്കെ ഈ മേഖലയിൽ സഞ്ചരിക്കുന്നുണ്ട് ചൈനയുടെ. അപ്പോൾ എല്ലാം ഡുവൽ യൂസ് ആണ്, ഇരട്ട ഉപയോഗത്തിലാണ് പറഞ്ഞു വരും. ശ്രീലങ്കയിലും ഗവേഷണം എന്നും പറഞ്ഞിട്ട് ചൈനീസ് കപ്പൽ വന്നപ്പോൾ നമ്മൾ ചെയ്താണത്. അത് കൊളംബോ തുറമുഖത്ത് വന്നപ്പോൾ തന്നെ നമുക്ക് ഭീഷണിയാണെന്ന് പറഞ്ഞിട്ട് ഇന്ത്യ അതിനെ ഓടിച്ചു വിട്ടതാണ്, ശ്രീലങ്കയോട് അപലപിക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോഴാണ് ബംഗാൾ ഉൾക്കടലിൽ തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് അഡ്വാൻസ്ഡ് സെൻസേഴ്സ് ഉണ്ട്. ഇതിലൊരു കപ്പൽ ഇങ്ങനെ വരുന്നത് ഇതിന് മുമ്പും വന്നിട്ടുണ്ട് കഴിഞ്ഞല്ലോ ഒക്കെ. സിയാങ് യാങ് ഹോങ് 01 എന്ന് പറഞ്ഞ ഈ ഗവേഷണ കപ്പൽ 2024 മാർച്ചിൽ വന്നത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മുടെ അഗ്നി 5 മിസൈലിൻ്റെ പരീക്ഷണ സമയത്താണ് വന്നത്. അതും സംശയാസ്പദമാണ്. പിന്നെ സിയാങ് യാങ് ഹോങ് 03 വേറൊരു ഗവേഷണ കപ്പൽ 2024 മധ്യത്തിൽ നമ്മുടെ അന്തർവാഹിനികളുടെ അഭ്യാസത്തിനിടെ, നാവികാഭ്യാസത്തിനിടെ ആണ് ഒരെണ്ണം വന്നത്. ചൈനയുടെ 2 എണ്ണം. ഒരെണ്ണം അഗ്നി ടെസ്റ്റിൻ്റെ സമയത്ത്, മറ്റേത് നമ്മുടെ അന്തർവാഹിനികളുടെ അഭ്യാസത്തിൻ്റെ ഇടയ്ക്ക്. മൊത്തം സംശയാസ്പദമാണ്. അപ്പോൾ ഇന്ത്യയുടെ കോസ്റ്റ് ഗാർഡ്, നേവി ഒക്കെ ഈ ചൈനീസ് കപ്പൽ ബംഗാൾ ഉൾക്കടലിൽ വന്നത് അറിഞ്ഞിട്ടുണ്ട്. വൈസ് അഡ്മിറൽ രാജേഷ് പെന്താർക്കർ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നിരന്തര നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ P-81 പട്രോൾ വിമാനം, റോന്ത് ചുറ്റുന്ന വിമാനം, നിരീക്ഷണ വിമാനം, ഡ്രോണുകൾ, യുദ്ധക്കപ്പലൊക്കെ ഇത് ട്രാക്ക് ചെയ്യുന്നുണ്ട്, ഈ ചൈനീസ് കപ്പലിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇനി നമ്മൾ സർവൈലൻസ് പ്രോട്ടോക്കോൾ മാറ്റണം എന്നുള്ള ഒരു നില വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രോട്ടോക്കോൾ മാറ്റും. നമ്മൾ നിരീക്ഷണത്തിനൊരു പ്രോട്ടോക്കോൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ നിരീക്ഷിക്കുക എന്നൊക്കെ ഉള്ളത്. ആ പ്രോട്ടോക്കോൾ മാറ്റണം എന്നുണ്ടെങ്കിൽ അത് മാറ്റും എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചൈനയും ബംഗ്ലാദേശും തമ്മിൽ വലിയ സൗഹൃദത്തിലാണല്ലോ. അയാൾ ബെയ്ജിങ്ങിൽ മറ്റേ യൂണിസ് പോവുകയും ഒക്കെ, ബെയ്ജിങ്ങിൽ പോയി വന്നിട്ട് നമ്മളെ കുറെ ചീത്തയൊക്കെ പറഞ്ഞു. ഇന്ത്യയൊക്കെ ലാൻഡ് ലോക്ക്ഡ് ആണ് എന്നൊക്കെ പറഞ്ഞു, നോർത്ത് ഈസ്റ്റ് ഞങ്ങൾ ശരിയാക്കി കളയുന്നൊക്കെയുള്ള മട്ടില്. അപ്പോൾ അതുണ്ട്. അപ്പോൾ ആൻഡമാൻ നിക്കോബാർ അതൊക്കെയാണല്ലോ നമ്മുടെ താവളം എന്ന് പറയുന്നത്, ബംഗാൾ ഉൾക്കടലുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആൻഡമാൻ നിക്കോബാറിൻ്റെ ഒക്കെ അടുത്തൊക്കെയാണ് ഈ ചൈനീസ് കപ്പലിൻ്റെ ഒക്കെ വരവ്. 2025 ജനുവരിയിൽ, കഴിഞ്ഞ ജനുവരിയിൽ സിയാങ് യാങ് ഹോങ് 01 എന്ന് പറഞ്ഞാൽ അവരുടെ ചൈനയുടെ കപ്പൽ ആൻഡമാനടുത്ത് ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ ടെസ്റ്റിന് വന്നിരുന്നു. ഓട്ടോണോമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ AUV എന്ന് പറഞ്ഞാൽ നമുക്ക് കടലിൻ്റെ അടിയിലെ ഡ്രോൺ എന്ന് പറയാം. കടലിൻ്റെ അടിയിലെ ഡ്രോൺ നിരീക്ഷണം നടത്താൻ. അതെ.
കടലിൻ്റെ അടിയിൽ നിരീക്ഷണം നടത്താൻ. അതിൻ്റെ പരീക്ഷണത്തിന് ആൻഡമാൻ്റെ അടുത്ത് വന്നിരുന്നു ഈ കഴിഞ്ഞ ജനുവരിയിൽ ഈ ചൈനീസ് കപ്പൽ. അപ്പോൾ ആൻഡമാൻ എന്നൊക്കെ പറയുന്നതൊക്കെ ബംഗാൾ ഉൾക്കടൽ ഒക്കെ ആണല്ലോ. അപ്പോൾ ആൻഡമാൻ നിക്കോബാർക്ക് നമ്മുടെ താവളമല്ലേ. അപ്പോൾ ആൻഡമാൻ നിക്കോബാറിൻ്റെ അടുത്തുമൊക്കെ ചൈന കപ്പലുകൾ നിരീക്ഷണം നടത്തുന്നു നമ്മളുടെ പരീക്ഷണങ്ങൾക്കിടയ്ക്ക് അല്ലേ. അതെ, അങ്ങനത്തെ സമയങ്ങളിലുമൊക്കെ അഭ്യാസങ്ങളുടെ ഇടയ്ക്കുമൊക്കെ. അപ്പോൾ ആഫ്രിക്കൻ തീരം മുതൽ മലാക്ക ഉൾക്കടൽ വരെ ചൈന അവരുടെ ഒരു സ്വാധീന വലയത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ലോകം അറിയുന്നത് ഇത് മറ്റവരെടുത്ത ഉപഗ്രഹ ചിത്രങ്ങളിൽ കൂടിയാണ്. ഫ്രഞ്ച് കമ്പനി അങ്ങനെയാണ് ഇതിപ്പോൾ ഡിഫൻസ് ജേർണലുകളിലൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ചൈന നമുക്കിട്ട് ബംഗാൾ ഉൾക്കടലിലും പണിയാൻ ശ്രമിക്കുന്നു, ഇതാണ് മനസ്സിലാവുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.